അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പെരുന്നാൾക്ക് ഉണ്ടാക്കിയതാണ് കസ്റ്റാർഡ് ഐസ്ക്രീം. കിടിലൻ സൂപ്പർ ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ കുറച്ച് പാൽ, ഒരു അരക്കപ്പോളം പാൽ ഞാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ കസ്റ്റാർഡ് പൗഡർ കലക്കിയെടുക്കാൻ വേണ്ടി ലൈറ്റ് ഒരു ചൂടായാൽ മതി. ഒരു 5 ടീസ്പൂണോളം കസ്റ്റാർഡ് പൗഡർ എടുക്കുക. പിന്നെ എന്നിട്ട് അതൊന്ന് ഈ പാൽ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കട്ടയൊന്നുമില്ലാണ്ട് ഇളക്കിയെടുക്കുക. പിന്നെ നമ്മൾ എത്ര ഐസ്ക്രീമാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമ്മളിത് സാധനങ്ങളെല്ലാം ഒന്ന് കൂട്ടിയെടുത്താൽ മതി. കസ്റ്റാർഡ് പൗഡർ, പാൽ എല്ലാം ഒന്ന് കൂട്ടിയെടുത്താൽ മതി. ഞാൻ 450 ഗ്രാമോളം പാലാണ്. അതൊന്ന് ചൂടാകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കസ്റ്റാർഡ് പൗഡർ ഒന്ന് കലക്കിയത് അതിലൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ല സ്പാച്ചിൽ വെച്ചിട്ടോ ഒരു സ്പൂൺ വെച്ചിട്ടോ പിന്നെ കട്ട കുത്താണ്ടൊന്ന് ഇതൊന്ന് കസ്റ്റാർഡ് ഒന്ന് തിക്കാകുന്നവരെ പിന്നെ ഇളക്കി കൊടുക്കുക. ഒരു അര കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 1/2 ലിറ്റർ പാലിൻ്റെ പാക്കറ്റാണ് എടുത്തത് മൊത്തത്തിൽ. പിന്നെ ഐസ്ക്രീം ഒരു 15 ആൾക്ക് കഴിക്കാനുള്ള ഐസ്ക്രീമാണ് ഉണ്ടാക്കിയത്. ഇതൊന്ന് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഫുഡ് കളർ ഉണ്ടാവുമല്ലോ, യെല്ലോ കളർ, അതൊന്ന് ചേർത്ത് കൊടുക്കുക. ഞാൻ വനില കസ്റ്റാർഡ് പൗഡറാണ് പിന്നെ ഐസ്ക്രീം ഉണ്ടാക്കാനെടുത്തത്. ബദാം മിക്സ് ഉണ്ട് എൻ്റെ അടുത്ത്, കളറ് ആ കളറ് ഞാൻ ഒരു 2 തുള്ളി ചേർത്ത് കൊടുത്താൽ മതി. കസ്റ്റാർഡ് കുറച്ച് വെള്ളത്തിലൊന്ന് ഇറക്കി വെക്കുക, പാത്രത്തോടെ ഇറക്കി വെക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് തണിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ടിയായിപ്പോൾ. ഞാൻ പിന്നെ ഇവിടെ എടുത്തത് വിപ്പിംഗ് ക്രീമല്ല, നമ്മളെ ഫ്രഷ് ക്രീമാണ്. ഐസ്ക്രീമിന് ഏറ്റവും നല്ലത് പിന്നെ ഫ്രഷ് ക്രീമാണെന്ന് വെച്ചാൽ അത് ഒരുപാട് തിക്കാവുണ്ടല്ലോ. നമ്മൾ വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഐസ്ക്രീം ഉണ്ടാക്കുന്ന നേരം ഭയങ്കര തിക്കായിട്ടുണ്ടാവും ഐസ്ക്രീം. ടേസ്റ്റും ഇത് തന്നെയാണ്, ഫ്രഷ് ക്രീം തന്നെയാണ്. ഞാൻ 1 ലിറ്ററിൻ്റെ പാക്കറ്റാണ് ഇത്, 3/4 ഭാഗത്തോളം എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു വലിയ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. ആദ്യം നമ്മൾ ഫ്രഷ് ക്രീം നല്ലോണം അടിക്കുക. നമ്മളിപ്പോൾ വിപ്പിംഗ് ക്രീം തിക്കാവും പോലെ ഈ ക്രീം തിക്കാവില്ല. പിന്നെ നമുക്ക് ഐസ്ക്രീമിന് അങ്ങനെ തിക്കാവേണ്ട ആവശ്യമില്ല. പിന്നെ കസ്റ്റാർഡ് പൗഡർ നല്ലോണം തണിഞ്ഞിട്ടുണ്ട്, പിന്നെ അതുകൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്നും അടിച്ചെടുക്കുക. ആദ്യം ക്രീം അടിക്കുക, അതിന് ശേഷം പിന്നെ കസ്റ്റാർഡ് ചേർത്തിട്ട് അടിക്കുക. പിന്നെ ആവശ്യത്തിനുള്ള മധുരവും ചേർത്ത് കൊടുക്കുക. എന്ന് വെച്ചാൽ ഫ്രഷ് ക്രീമിൽ മധുരം ഉണ്ടാവില്ല. പിന്നെ 2 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക. അതിന് ശേഷം ഞാൻ ഇതാ വീണ്ടും പിന്നെ ഒന്നും കൂടി പിന്നെ ബീറ്റർ വെച്ചിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് ഒരു 5 മണിക്കൂർ 5-6 മണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ വെക്കുക. ഞാനിത് പെരുന്നാളിൻ്റെ തലേന്ന്, നമ്മളെ മാസം കാണുന്ന ഉറപ്പായാലോ അന്ന് തലേന്ന് ഉണ്ടാക്കിയതാണ്. പിന്നെ പെരുന്നാളിന്ന് രാവിലെ കുറച്ചൊന്ന് പുറത്ത് വെച്ച്, എന്നിട്ട് കുട്ടികളെല്ലാം കുറച്ചെടുത്ത് അതിന് ശേഷം രണ്ടാമത് പിന്നെ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക ചെയ്തേ. അപ്പോൾ നമ്മൾ വീട്ടിൽ ആരെങ്കിലും വിരുന്നെല്ലാം വരുമല്ലോ, അപ്പോൾ നമ്മൾ എന്തെങ്കിലും മധുരം കൊടുക്കണ്ടേ. പായസമൊന്നും ഇവർക്ക് അങ്ങനെ വലിയ ഇഷ്ടമല്ല, അതുകൊണ്ട് ഐസ്ക്രീം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഞാനൊരു 5 മണിക്കൂർ കഴിഞ്ഞേരം എടുത്ത് ഞാൻ കോരി നോക്കുമ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ഐസ്ക്രീമാണ്. പിന്നെ ഐസ്ക്രീം ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഫ്രഷ് ക്രീം എടുത്തിട്ട് ഉണ്ടാക്കുക ഐസ്ക്രീം. വിപ്പിംഗ് ക്രീം എന്ന് വെച്ചാൽ നമ്മൾ കേക്കിൻ്റെ ക്രീമാണ് വിപ്പിംഗ് ക്രീം. പിന്നെ ഐസ്ക്രീം ടേസ്റ്റും കുറയും. നമ്മളിപ്പം പീടിയിൽ നിന്ന് വാങ്ങിയിട്ട് കഴിക്കുന്ന ഐസ്ക്രീം ഉണ്ടല്ലോ, അതേപോലത്തെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഫ്രഷ് ക്രീം കൊണ്ട് തന്നെ ചെയ്യണം. പിന്നെ ഒരു ഭംഗിക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുക. ബൈ, താങ്ക് യു.